പിതൃപരമ്പരയുടെ മോക്ഷപ്രാപ്തിക്കായി ബലിയർപ്പിച്ച പിന്മുറക്കാർ. ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും ബലിയർപ്പിക്കാൻ വിശ്വാസികൾ ഒഴുകിയെത്തി. റിപ്പോർട്ടിലേക്ക്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പുലർച്ചെ 2:30 മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 9 മണ്ഡപങ്ങളിലായി ബലിതർപ്പണം അർപ്പിക്കാൻ സൗകര്യമൊരുക്കി. ഒരേ സമയം 4000 പേർക്ക് വരെ ബലിയർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിനനുബന്ധമായുള്ള പാപനാശിനി തീർത്ഥക്കരയിൽ പിതൃബലി തർപ്പണത്തിന് 10,000 ക്ഷേത്ര ബലിമണ്ഡപത്തിൽ പുരോഹിതർ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി. സമുദ്ര സ്നാനത്തിനെത്തുന്ന വിശ്വാസികളുടെ സുരക്ഷയ്ക്ക് ലൈഫ് ഗാർഡുമാരെ നിയോഗിച്ചിരുന്നു. വർക്കല ബീച്ചിലെ പാപനാശം തീരത്ത് സജ്ജമാക്കിയിരുന്ന 100 കണക്കിന് കേന്ദ്രങ്ങളിലും ബലിതർപ്പണം നടന്നു. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 4-ന് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പുഴയോരത്തെ ബലിത്തറകളിൽ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ 2:30 തന്നെ തർപ്പണം തുടങ്ങി. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ പുലർച്ചെ 4-ന് ബലിതർപ്പണം തുടങ്ങി. ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യ, മേൽശാന്തി PK ജയൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ബലിതർപ്പണം പുലർച്ചെ ആരംഭിച്ചു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് 16 കർമ്മികൾ കാർമ്മികത്വം വഹിച്ചു. ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ ബ്രഹ്മ ശിവ ക്ഷേത്ര പരിസരങ്ങളിലും ചടങ്ങുകൾ നടന്നു. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. പുലർച്ചെ 3 മണിയോടെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പമ്പാനദിക്കരയിൽ പുലർച്ചെ മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. വള്ളിക്കോട് തൃപ്പാറ ക്ഷേത്രം, വലഞ്ചുഴി ദേവീക്ഷേത്രം, വെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം, പന്തളം മഹാദേവ ക്ഷേത്രം, മല്ലപ്പള്ളി തിരുമാലിട ക്ഷേത്രം, നെടുംപ്രയാർ തേവർക്കുന്ന് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലും പിതൃതർപ്പണത്തിനായി നിരവധി പേരാണ് എത്തിയത്. ബലിതർപ്പണത്തിനായി കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലും തർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇക്കരെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, ചൊവ്വ ശിവക്ഷേത്രം, തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലും കണ്ണൂർ പയ്യാമ്പലം, തയ്യൽ, മുഴുപ്പിലങ്ങാട്, തലശ്ശേരി, തലായി കടപ്പുറത്തും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരേ സമയം 1000 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.